ഹലോ PC aspirants, വെൽക്കം ടു a new വീഡിയോ. ജനുവരിയിൽ നടന്ന അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗത്തു നിന്നും ചോദിച്ച ചില ചോദ്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ചോദ്യം എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്നത്? ഓപ്ഷൻ സി, ആർട്ടിക്കിൾ 16 ക്ലോസ് 4 പ്രകാരമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ റിട്ടുകളും ലക്ഷ്യങ്ങളുമാണ്. ഇവയിൽ തെറ്റായത് ഏത്? മാൻഡമസ് ഒരു ഉദ്യോഗസ്ഥൻ നിയമപരമായ കർത്തവ്യം ചെയ്യാത്തപ്പോൾ, ക്വാറന്റോ ഒരു വ്യക്തി അർഹതയില്ലാത്ത സ്ഥാനത്തിരിക്കുമ്പോൾ, സെർഷ്യോറ്റി ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാരപരിധിക്കപ്പുറമുള്ള ഒരു കേസ് പരിഗണിക്കുമ്പോൾ, ഹേബിയസ് കോർപ്പസ് അനധികൃത തടങ്കലിനെതിരെ. സെർഷ്യോറ്റി എന്ന് പറയുന്ന റിട്ടാണ് ഇവിടെ തെറ്റായിട്ട് നൽകിയിട്ടുള്ളത്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടനാ അസംബ്ലിയിൽ ഇവരിൽ ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവയിൽ ദ്വിമണ്ഡല നിയമസഭകൾ ഉള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ഉത്തർപ്രദേശും തെലങ്കാനയുമാണ്. ഓപ്ഷൻ സി. അടുത്തത്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഓപ്ഷൻ ബി, PK തുങ്കൻ കമ്മിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എത്ര അവകാശങ്ങളാണ് ഉറപ്പു നൽകിയിട്ടുള്ളത്? ഓപ്ഷൻ ബി 6 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിലാണ് അയാളുടെ പൗരത്വം നഷ്ടപ്പെടുന്നത്? ഓപ്ഷൻ ബി 3. അടുത്ത ക്വസ്റ്റ്യൻ, സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഷയത്തിൽ പെടുന്നു? ഓപ്ഷൻ സി, കൺകറൻറ്റ് ലിസ്റ്റിലാണ് പെടുന്നത്. താങ്ക് യു.